കാൽസ്യം ഹൈഡ്രോക്സൈഡിനെ പറയുന്ന പേര് സ്ലൈക്കഡ് ലൈം എന്നാണ്. CaOH, സ്ലൈക്കഡ് ലൈം. അതിൻ്റെ പ്രിപ്പറേഷൻ ബൈ ആഡിങ് വാട്ടർ ടു ക്യുക്ക് ലൈം. അതിന് സ്ലേക്കിംഗ് ഓഫ് ലൈം എന്നാണ് പറയുന്നത്. ക്യുക്ക് ലൈമിലേക്ക് വാട്ടർ ആഡ് ചെയ്യുക, അപ്പോൾ നമുക്ക് സ്ലേക്കഡ് ലൈം കിട്ടും. അതിൻ്റെ പ്രോപ്പർട്ടീസ്: വൈറ്റ് അമോർഫസ് പൗഡറാണ്. അക്വസ് സൊല്യൂഷൻ ഈസ് കോൾഡ് ലൈം വാട്ടർ. കാൽസ്യം ഹൈഡ്രോക്സൈഡിൻ്റെ അക്വസ് സൊല്യൂഷനാണ് ലൈം വാട്ടർ എന്ന് പറയുന്നത്. എ സസ്പെൻഷൻ ഓഫ് സ്ലൈക്കഡ് ലൈം ഇൻ വാട്ടർ ഈസ് കോൾഡ് മിൽക്ക് ഓഫ് ലൈം. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് ലൈം വാട്ടർ? ലൈം വാട്ടർ എന്ന് പറഞ്ഞാൽ അക്വസ് സൊല്യൂഷൻ ഈസ് കോൾഡ് ഓഫ് സ്ലൈക്കഡ് ലൈം ഈസ് കോൾഡ് ലൈം വാട്ടർ. സസ്പെൻഷൻ ഓഫ് സ്ലൈക്കഡ് ലൈം ഈസ് കോൾഡ് മിൽക്ക് ഓഫ് ലൈം. Carbon dioxide is passed through lime water. It turns milky due to the formation of calcium carbonate. കാർബൺ ഡൈ ഓക്സൈഡിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ ചെയ്യുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസിനെ നമ്മൾ ക്ലിയർ ലൈം വാട്ടറിലൂടെ, സ്ലൈക്കഡ് ലൈമിലൂടെ, സൊല്യൂഷനിലൂടെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ അത് മിൽക്കി കളറിലേക്ക് മാറുന്നുണ്ടെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടെന്ന് മനസ്സിലാക്കാം. റിയാക്ഷൻ ഇതാണ്. കാൽസ്യം ഹൈഡ്രോക്സൈഡ് പ്ലസ് കാർബൺ ഡൈ ഓക്സൈഡ് ഗീവ്സ് കാൽസ്യം കാർബണേറ്റ് പ്ലസ് H2O. ഈ കാൽസ്യം കാർബണേറ്റ് ആണ് വൈറ്റ് കളറിൽ കാണുന്നത്. പാസിങ് എക്സസ് കാർബൺ ഡൈ ഓക്സൈഡ്, കാൽസ്യം കാർബണേറ്റ് ഡിസോൾവ്സ് ടു ഫോം കാൽസ്യം ഹൈഡ്രജൻ കാർബണേറ്റ്. അതായത് ഈ കാൽസ്യം കാർബണേറ്റിലേക്ക് എക്സസ് കാർബൺ ഡൈ ഓക്സൈഡ് പാസ് ചെയ്ത് കഴിഞ്ഞാൽ സംഭവിക്കുക ആ മിൽക്കി കളർ പോവും. കാരണം സോളിബിൾ ആയിട്ടുള്ള കാൽസ്യം ഹൈഡ്രജൻ കാർബണേറ്റ് അല്ലെങ്കിൽ കാൽസ്യം ബൈകാർബണേറ്റ് ഉണ്ടാവുന്നത് കൊണ്ടാണ്. മിൽക്ക് ഓഫ് ലൈം റിയാക്ട്സ് വിത്ത് ക്ലോറിൻ ടു ഫോം ഹൈപ്പോക്ലോറൈറ്റ്, എ കോൺസ്റ്റിറ്റ്യൂവൻ്റ് ഓഫ് ബ്ലീച്ചിങ് പൗഡർ. ബ്ലീച്ചിങ് പൗഡറിൻ്റെ നിർമ്മാണത്തിൽ മിൽക്ക് ഓഫ് ലൈം, കാൽസ്യം ഹൈഡ്രോക്സൈഡ്, മിൽക്ക് ഓഫ് ലൈമിലേക്ക് ക്ലോറിൻ ഗ്യാസ് പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഹൈപ്പോക്ലോറൈറ്റ് കിട്ടും. CaOCl ട്വൈസ്, അതാണ് ഹൈപ്പോക്ലോറൈറ്റ് എന്ന് പറയുന്നത്. അത് ബ്ലീച്ചിങ് പൗഡറിലൊരു കോൺസ്റ്റിറ്റ്യൂവൻ്റ് ആണ്. ഇവിടെ നടക്കുന്നത് കാൽസ്യം ഹൈഡ്രോക്സൈഡിലേക്ക് സൊല്യൂഷനിലേക്ക് ക്ലോറിൻ പാസ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് കാൽസ്യം ക്ലോറൈഡ് പ്ലസ് കാൽസ്യം ഹൈപ്പോക്ലോറൈറ്റ് പ്ലസ് H2O എന്നുള്ള യൂസസ്. പ്രിപ്പറേഷൻ ഓഫ് മോർട്ടാർ, എ ബിൽഡിംഗ് മെറ്റീരിയൽ. മുമ്പ് കാലങ്ങളിലൊക്കെ ചുമര് തേക്കാൻ വേണ്ടി, സിമെൻറ്റിന് പകരം ചുമര് തേക്കാൻ വേണ്ടി മണലിൽ കൂട്ടി ചേർത്ത് ഉപയോഗിച്ചിരുന്നതാണ്. അതിനാണ് ആ പേസ്റ്റിനാണ് മോർട്ടാർ എന്ന് പറയുന്നത്. ബിൽഡിംഗ് മെറ്റീരിയൽ യൂസ്ഡ് ഇൻ വൈറ്റ് വാഷ് ഡ്യൂ ടു ഇറ്റ്സ് ഡിസിൻഫെക്റ്റൻറ്റ് നേച്ചർ. അതായത് ഇത് വൈറ്റ് വാഷ് പർപ്പസിന് ഉപയോഗിക്കും. കാരണം പൂപ്പലോ ഒന്നും പായലൊന്നും പിടിക്കില്ല, ഇതിൻ്റെ ബേസിക് നേച്ചർ ഉള്ളതുകൊണ്ട്. ഗ്ലാസ് മേക്കിങ്ങിൽ ഉപയോഗിക്കുന്നു. ബ്ലീച്ചിങ് പൗഡറിൻ്റെ ഒരു കോൺസ്റ്റിറ്റ്യൂവൻ്റ് ആണ്. അതേപോലെ പ്യൂരിഫിക്കേഷൻ ഓഫ് ഷുഗറിൻ്റെ പ്യൂരിഫിക്കേഷനും ഉപയോഗിക്കുന്നു. കാൽസ്യം കാർബണേറ്റ് CaCO3 പ്രിപ്പറേഷന് പഠിച്ചതാണ്. കാൽസ്യം ഹൈഡ്രോക്സൈഡിലൂടെ കാർബൺ ഡൈ ഓക്സൈഡ് പാസ് ചെയ്യുക. പാസിങ് കാർബൺ ഡൈ ഓക്സൈഡ് ത്രൂ സ്ലേക്കഡ് ലൈം. എക്സസ് കാർബൺ ഡൈ ഓക്സൈഡ് ഷുഡ് ബി അവോയ്ഡഡ്. അങ്ങനെ അവോയ്ഡ് ചെയ്യാൻ പറഞ്ഞാൽ എന്താ? ഇത് പരീക്ഷയ്ക്ക് ചോദിക്കാം. കാരണം എക്സസ് കാർബൺ ഡൈ ഓക്സൈഡ് പാസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കാൽസ്യം ബൈകാർബണേറ്റ് ഉണ്ടാവും. കാൽസ്യം കാർബണേറ്റ് ബൈകാർബണേറ്റ് ആയിട്ട് മാറുന്നതുകൊണ്ടാണ്. CaOH twice plus CO2 gives CaCO3 plus H2O. Addition of sodium carbonate to calcium chloride. കാൽസ്യം കാർബണേറ്റിലേക്ക് സോഡിയം ക്ലോറൈഡ് ചേർത്താലും നമുക്ക് എന്ത് കിട്ടും? കാൽസ്യം കാർബണേറ്റ് കിട്ടും. CaCl2 plus Na2CO3 gives CaCO3 plus NaCl. Properties of calcium carbonate. Calcium carbonate is heated at 1200 Kelvin. 1200 കെൽവിൻ ടെമ്പറേച്ചറിൽ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കാൽസ്യം കാർബണേറ്റ് എന്തായിട്ട് മാറും? ക്യുക്ക് ലൈം പ്ലസ് കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് മാറും. അതേപോലെ റിയാക്ട് വിത്ത് ഡയല്യൂട്ട് ആസിഡ് ടു ലിബറേറ്റ് കാർബൺ ഡൈ ഓക്സൈഡ്. കാൽസ്യം കാർബണേറ്റ് HCl-ഉമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കാൽസ്യം ക്ലോറൈഡ് ഉണ്ടാവും. കാൽസ്യം കാർബണേറ്റ് പ്ലസ് HCl gives CaCl2 പ്ലസ് കാർബൺ ഡൈ ഓക്സൈഡ് പ്ലസ് H2O. അതേപോലെ കാൽസ്യം കാർബണേറ്റ് സൾഫ്യൂരിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ CaCO3 പ്ലസ് H2SO4 gives CaSO4 പ്ലസ് CO2 പ്ലസ് H2O. അപ്പോഴും കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ചെയ്യും. കാൽസ്യം കാർബണേറ്റിൻ്റെ യൂസസ്: ബിൽഡിംഗ് മെറ്റീരിയൽ ഇൻ ദി ഫോം ഓഫ് മാർബിൾ. നമ്മൾ ഫ്ലോറിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന മാർബിൾ കാൽസ്യം കാർബണേറ്റ് ആണ്. അതേപോലെ മാനുഫാക്ചർ ഓഫ് ക്യുക്ക് ലൈമിൻ്റെ മാനുഫാക്ചറിങ്ങിന് ഉപയോഗിക്കുന്ന ചുണ്ണാമ്പ് പാറകളിൽ നിന്ന്. മാനുഫാക്ചർ ഓഫ് ഹൈ ക്വാളിറ്റി പേപ്പർ കാൽസ്യം കാർബണേറ്റ് ആഡ് ചെയ്യുന്നു. ആൻറ്റാസിഡ് ആയിട്ട് യൂസ് ചെയ്യുന്നു, അസിഡിറ്റി കുറക്കാൻ വേണ്ടി. ടൂത്ത് പേസ്റ്റിലും അതേപോലെ ചൂയിങ്കത്തിലൊക്കെ കാൽസ്യം കാർബണേറ്റ് യൂസ് ചെയ്യുന്നു. കാൽസ്യം സൾഫേറ്റ് എന്ന് പറയുന്ന പേര് പ്ലാസ്റ്റർ ഓഫ് പാരീസ് എന്നാണ് പറയുക. കാൽസ്യം സൾഫേറ്റ് പ്രിപ്പറേഷന് ജിപ്സം ഈസ് ഹീറ്റഡ് അറ്റ് 393 കെൽവിൻ. ജിപ്സം എന്ന് പറഞ്ഞാൽ കാൽസ്യം സൾഫേറ്റ് 2H2O ആണ് ജിപ്സം എന്ന് പറയുന്നത്. ആ പേരുകളൊക്കെ അതിൻ്റെ മൊളിക്കുലർ ഫോർമുലയും ഓർത്ത് വെക്കണം, പരീക്ഷയ്ക്ക് ആവശ്യമുള്ളതാണ്. കാൽസ്യം സൾഫേറ്റ് 2H2O ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാൽസ്യം സൾഫേറ്റ് H2O കിട്ടും, മോണോഹൈഡ്രേറ്റ്. അതിനെയാണ് വെൻ കാൽസ്യം സൾഫേറ്റ് ഈസ് ഹീറ്റഡ് എബോവ് 393 കെൽവിൻ ഗെറ്റ് അൺഹൈഡ്രസ് കാൽസ്യം സൾഫേറ്റ്. അതിനെയാണ് ഡെഡ് ബേൺഡ് പ്ലാസ്റ്റർ എന്ന് പറയുന്നത്.
അപ്പോൾ കാൽസ്യം സൾഫേറ്റ് മോണോഹൈഡ്രേറ്റിനെയാണ് നമ്മൾ പ്ലാസ്റ്റർ ഓഫ് പാരീസ് എന്ന് പറയുന്നത്. അതിനെ വീണ്ടും ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എബോവ് 393 കെൽവിനിൽ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അൺഹൈഡ്രസ് കാൽസ്യം സൾഫേറ്റ് കിട്ടും. അതിനെ പറയുന്ന പേര് ഡെഡ് ബേൺഡ് പ്ലാസ്റ്റർ എന്നാണ്. പേരുകളൊക്കെ പ്രത്യേകം ഓർത്ത് വെക്കുക ഈ ചാപ്റ്ററിൽ മുഴുവൻ. യൂസസ് ആസ് പ്ലാസ്റ്റേഴ്സ് ഇൻ ബിൽഡിംഗ് ഇൻഡസ്ട്രി, അതായത് ബിൽഡിംഗ് ഇൻഡസ്ട്രിയിൽ പ്ലാസ്റ്ററിങ്ങിന് ഉപയോഗിക്കുന്നു. അതായത് നമ്മൾ ജിപ്സം കോട്ടിംഗ് ഒക്കെ ഉണ്ടല്ലോ, പിന്നെ ചുമര് തേക്കുന്നതിന് പകരം ചെയ്യുന്ന ജിപ്സം ഷീറ്റുകൾ, അതേപോലെ ജിപ്സം കോട്ടിങ്ങിനൊക്കെ സീലിങ്ങിനൊക്കെ ഉപയോഗിക്കുന്നു. ഫോർ ഇമ്മോബിലൈസിങ് ദി എഫക്റ്റഡ് പാർട്ട് ഓഫ് ഓർഗൻ, കൈയൊക്കെ ഒടിഞ്ഞു കഴിഞ്ഞാൽ പ്ലാസ്റ്റർ ഇടാൻ വേണ്ടി ഉപയോഗിക്കുന്നത് പ്ലാസ്റ്റർ ഓഫ് പാരീസ് ആണ്. മേക്കിംഗ് കാസ്റ്റ് ഓഫ് സ്റ്റാച്യൂസ്, പ്രതിമകളുടെ അച്ചുകൾ ഉണ്ടാക്കാൻ വേണ്ടി, മോൾഡ് ചെയ്യാൻ വേണ്ടി മണ്ണിലോ മറ്റുള്ള മെഴുകിലൊക്കെ മോൾഡ് ചെയ്യാൻ വേണ്ടി അച്ചുകൾ ഉണ്ടാക്കുന്നതും ഈ പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഉപയോഗിച്ചു. അതിനുള്ള കാരണം ഈ പ്ലാസ്റ്റർ ഓഫ് പാരീസ് ആണ് അത് സോൾഡിഫൈ ചെയ്യുന്ന സമയത്ത് അത് ഈ ചെറിയ എഡ്ജുകളിലേക്കും പോലും നല്ലോണം തിങ്ങി നിറഞ്ഞു നിൽക്കുന്നതുകൊണ്ടാണ്, ഹാർഡ് മെറ്റീരിയൽ ആകുന്നതുകൊണ്ടാണ്. സിമെൻറ്റ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ജോസഫ് ആസ്പ്രിൻ എന്ന ആളാണ് അത് ഇൻട്രൊഡ്യൂസ് ചെയ്ത്. സിമെൻറ്റ് ഈസ് ദി പ്രോഡക്റ്റ് ഒബ്റ്റൈൻഡ് ബൈ കമ്പൈനിങ് കാൽസ്യം ഓക്സൈഡ് വിത്ത് ക്ലേ. കാൽസ്യം ഓക്സൈഡും ക്ലേയും കൂടി കമ്പൈൻ ചെയ്ത് കിട്ടുന്നതാണ് സിമെൻറ്റ്. ക്ലേയിലുണ്ടാവുന്നത് സിലിക്ക ഉണ്ടാവും, SiO2 സിലിക്കേറ്റുകൾ ഉണ്ടാവും, ഓക്സൈഡ്സ് ഓഫ് അലൂമിനിയം, അയൺ, മാഗ്നീഷ്യം, ഇതൊക്കെ ക്ലേയിൽ അടങ്ങിയിട്ടുണ്ടാവും. ഇതിൻ്റെ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ when clay and lime are heated strongly, cement clinker will be formed. ഹയർ ടെമ്പറേച്ചറിൽ ക്ലേയും ലൈം സ്റ്റോണും കൂടിയും ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സിമെൻറ്റ് ക്ലിങ്കർ ഉണ്ടാവും. ഈ സിമെൻറ്റ് ക്ലിങ്കറിനെ ഇറ്റ് ഈസ് മിക്സഡ് വിത്ത് 2 to 3% വെയിറ്റ് ഓഫ് ജിപ്സം ടു ഫോം സിമെൻറ്റ്. ഈ സിമെൻറ്റ് ക്ലിങ്കറിനെ പൊടിച്ച് അതിലേക്ക് 2 മുതൽ 3% വരെ ജിപ്സം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സിമെൻറ്റായി കിട്ടും. ഇവിടെ ഈ ജിപ്സം ആഡ് ചെയ്യുന്നത് സെറ്റിംഗ് ടൈം കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ് സിമെൻറ്റിലേക്ക് ജിപ്സം ചേർക്കുന്നത്. ദ ഇൻഗ്രീഡിയൻസ് ഓഫ് സിമെൻറ്റ് ആർ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് കെമിക്കലി എന്താണ് സിമെൻറ്റ്? കെമിക്കലി സിമെൻറ്റ് ഈസ് ഡൈകാൽസ്യം സിലിക്കേറ്റ്, ട്രൈകാൽസ്യം സിലിക്കേറ്റ് ആൻഡ് ട്രൈകാൽസ്യം അലൂമിനേറ്റ്. ഇതിൻ്റെ ഒരു മിക്സറാണ്. ഡൈകാൽസ്യം സിലിക്കേറ്റ്, ട്രൈകാൽസ്യം സിലിക്കേറ്റ് ആൻഡ് ട്രൈകാൽസ്യം അലൂമിനേറ്റിൻ്റെ മിക്സറാണ് കെമിക്കലി സിമെൻറ്റ്. എന്താണ് സെറ്റിംഗ് ഓഫ് സിമെൻറ്റ്? ഇറ്റ് ഈസ് ഡ്യൂ ടു ദി ഹൈഡ്രേഷൻ ഓഫ് ദി മോളിക്യൂൾ ഓഫ് ദി കോൺസ്റ്റിറ്റ്യുവൻസ് ആൻഡ് ദെയർ റീഅറേഞ്ച്മെൻറ്റ്. 2 കാര്യങ്ങളാണ് സിമെൻറ്റ് സെറ്റാകുന്ന സമയത്ത് നടക്കുന്നത്. ഒന്ന്, അതിൻ്റെ ഹൈഡ്രേഷൻ ഓഫ് ദി മോളിക്യൂൾ. ഈ പറഞ്ഞ ഡൈകാൽസ്യം സിലിക്കേറ്റ്, ട്രൈകാൽസ്യം സിലിക്കേറ്റ്, ട്രൈകാൽസ്യം അലൂമിനേറ്റ്, ഇത് ഹൈഡ്രേറ്റഡ് മോളിക്യൂൾസ് ആയിട്ട് മാറുന്നു. അതുകൊണ്ടാണ് നമ്മൾ സിമെൻറ്റ് തേച്ചാൽ നനച്ചു കൊടുക്കാൻ കാരണം. അവിടെ ഹൈഡ്രേഷൻ നടക്കുന്നതിന് അത്രയും വാട്ടർ അബ്സോർബ് ചെയ്യുന്നു. അതേപോലെ റീഅറേഞ്ച്മെൻറ്റ്, മോളിക്യൂൾസിൻ്റെ റീഅറേഞ്ച്മെൻറ്റുമാണ് നടക്കുന്നത്. ജിപ്സം ആഡ് ചെയ്യുന്നത്, പർപ്പസ് ഓഫ് ആഡിങ് ജിപ്സം ടു സ്ലോ ഡൗൺ ദി സെറ്റിംഗ് പ്രോസസ് ഓഫ് സിമെൻറ്റ്. യൂസസ്, സിമെൻറ്റിൻ്റെ യൂസസ് ഫോർ കോൺക്രീറ്റ് ആൻഡ് റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ്. കോൺക്രീറ്റും റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റും തമ്മിലുള്ള വ്യത്യാസം, കോൺക്രീറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ തറയിലൊക്കെ ഇടുന്നതിനാണ് കോൺക്രീറ്റ് എന്ന് പറയുക. റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കമ്പിയൊക്കെ കെട്ടി റൂഫൊക്കെ ചെയ്യുന്ന അതിനാണ് റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് എന്ന് പറയുന്നത്. പ്ലാസ്റ്ററിങ്, തേപ്പ് ആവശ്യത്തിന് വേണ്ടി യൂസ് ചെയ്യുന്നു. ബയോളജിക്കൽ ഇമ്പോർട്ടൻസ് ഓഫ് മഗ്നീഷ്യം ആൻഡ് കാൽസ്യം. കാൽസ്യത്തിൻ്റെയും മഗ്നീഷ്യത്തിൻ്റെയും ബയോളജിക്കൽ ഇമ്പോർട്ടൻസ്. മഗ്നീഷ്യം ക്ലോറോഫില്ലിൽ അടങ്ങിയിരിക്കുന്ന ഒരു മെറ്റലാണ് മഗ്നീഷ്യം. ക്ലോറോഫിൽ കണ്ടെയ്ൻസ് മഗ്നീഷ്യം. കാൽസ്യം ഈസ് പ്രസൻറ്റ് ഇൻ ബോൺ ആൻഡ് ടീത്ത്. അനിമൽസിൻ്റെ ബോണിലും ടീത്തിലും കാൽസ്യം അടങ്ങിയിട്ടുണ്ട്. കാൽസ്യം കോൺസെൻട്രേഷൻ ഇൻ ബ്ലഡ് പ്ലാസ്മ ഈസ് മെയിൻറ്റെയിൻഡ് ബൈ കാൽസിറ്റോണിൻ ആൻഡ് പാരാതൈറോയിഡ് ഹോർമോൺസ്. ബ്ലഡിലെ കാൽസ്യത്തിൻ്റെ ക്വാണ്ടിറ്റി കൺട്രോൾ ചെയ്യുന്നത് 2 ഹോർമോണുകളാണ്, കാൽസിറ്റോണിനും അതേപോലെ പാരാതൈറോയിഡും. ഇത്രയാണ് 10ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള എസ് ബ്ലോക്ക് എലമെൻറ്റ്സ് എന്നുള്ളതിൽ പഠിക്കാനുള്ളത്.